തട്ടിമുട്ടി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമതി. പ്രധാനമന്ത്രി കടത്തിൽ കുഞ്ഞാപ്പു രാജിവെച്ചു. തലസ്ഥാനത്ത് പരക്കെ ആക്രമണം. സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം. ആയിരക്കണക്കിന് ആളുകളെ കാണാതായി. മീലാദുൻ നബി. നാടെങ്ങും ആഘോഷങ്ങൾ. നിതാഖാത്ത്. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്ന മെയ്തീൻ സൗദി. സ്പോർട്സ്. ഇന്ത്യ പാക് ഏകദിന മത്സരത്തിൽ 2 ഗോളുകളുമായി ഇന്ത്യക്ക് വിജയം. ലോക റണ്ണിംഗ് ചാമ്പ്യനായി വീണ്ടും മാമച്ചൻ. വാർത്തകൾ വിശദമായി. 3G മൊബൈൽ അഴിമതിയിൽ കുറ്റാരോപിതനായ പ്രധാനമന്ത്രി കടത്തിൽ കുഞ്ഞാപ്പു രാജിവെച്ചു. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ രാജിയിൽ പ്രതിഷേധിച്ച് തലസ്ഥാനത്ത് പരക്കെ ആക്രമണങ്ങളും കടകളും തീവണ്ടികളും കത്തിച്ചു. പ്രമുഖ രാഷ്ട്രീയ വായുനോക്കി കൂനിൽമേൽ കുരു നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? പറയൂ. 3G മൊബൈൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു. എന്തു പറയുന്നു? അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും ചോദിച്ച നിലയ്ക്ക് ഞാൻ മറുപടി പറയാം. പ്രധാനമന്ത്രി ശ്രീരാമൻ. എന്താണ് അയാളെ പേര്? കടത്തിൽ കുഞ്ഞാപ്പു. ചെറിയ ഓർമ്മക്കുറവുണ്ട്. അയാളെ ഈ പണിക്ക് പറ്റൂലെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാ. അന്ന് ആരും കേട്ടില്ല. അതാ ഇപ്പൊ അനുഭവിക്കുന്നത്. നന്ദി ശ്രീ കൂനിൽമേൽ ഗുരു നമ്മോട് സഹകരിച്ചതിന്. സഹാറ മരുഭൂമിയിൽ അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും. ആയിരക്കണക്കിന് ആളുകളെ കാണാതായി. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ പ്രതിനിധി കോയാമു നമ്മോടൊപ്പം ചേരുന്നു. ഹലോ കോയാമു, സഹാറയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴ കുറവുണ്ടോ? ഹലോ, വലിയ മയന്യ മോനെ. ഈടെ എൻ്റെ അമ്മ വലിയ ബിൽഡിംഗ് ഒക്കെ വെള്ളത്തിൽ ഒഴുകി വരുന്നു. വെറുതെ വന്ന് ഹലോ കോയാമു. ബ്ലും ബ്ലും വെള്ളത്തിൽ വീണെന്ന് തോന്നുന്നു. ഉണ്ണി നബിയുടെ മീലാദാഘോഷം കെങ്കേമമായി. രാവിലെ ഹിദാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും നടത്തിയ ഘോഷയാത്ര അങ്ങാടികളെ രോമാഞ്ചമണിയിപ്പിച്ചു. ഡെഫിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടിയോടെ പ്രവാചക മധു നടത്തിയ ഘോഷയാത്ര കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. മധുരപാനീയങ്ങളും മിഠായികളും നൽകി റാലിയെ പ്രവാചക സ്നേഹികൾ സ്വീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു ആശ്വാസമായി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തുടക്കം കുറിച്ചു. നബിദിന കലാപരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിതാഖാത്ത് പ്രശ്നത്തിൽ സൗദി ഗവൺമെന്റുമായി ഉടൻ മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്ന് ഓൾ ക്യാൻസൽഡ് സൗദി ചെയർമാൻ മെയ്തീൻ സൗദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ്തീൻക്ക് ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ മെയ്തീൻക്ക, നിങ്ങളുടെ അസോസിയേഷന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിക്കണേ. നമ്മളെ സൗദിന്ന് പുറത്താക്കി. നാട്ടിലെത്തിയപ്പോ ഇടിയും പണിയില്ല. ഹലോ, ഫോൺ ബാലൻസ് തീർന്നെന്ന് തോന്നുന്നു. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്പോർട്സ് വാർത്തകൾ. കള്ളവുമില്ല, ചതിയുമില്ല. ഏത് കുളിക്കാത്തവരെയും ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് കുളിപ്പിക്കുന്ന വിത്യൗഷധം. പാർശ്വഫലമില്ലാത്ത ചൊറിമിക് സോപ്പുകൾ. നിങ്ങളുടെ സോപ്പുകൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. വാർത്തകൾ തുടരുന്നു. ഇന്ത്യ പാക് ഏകദിനത്തിൽ 2 ഗോളുകളുടെ ബലത്തിൽ ഇന്ത്യക്ക് മികച്ച വിജയം. ക്രിസ്ത്യാനോ ഗൂഗിളിയുടെ പന്തിൽ വീരേന്ദ്ര ഹെഡറാണ് 2 ഗോളുകൾ നേടിയത്. ലോക റണ്ണിംഗ് ചാമ്പ്യൻഷിപ്പ് വട്ടം മുയലച്ചനെ വീണ്ടും പിന്തള്ളി 2ാം വട്ടവും ആമച്ചൻ കരസ്ഥമാക്കി. കേരള ഹൈവേയിൽ വെച്ച് നടന്ന മത്സരത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് ആമച്ചൻ വിജയിയായത്. എന്നാൽ റോഡിലെ കുഴിയിൽ വീണ് വഴിയറിയാതെ പോയതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നും സർക്കാരിനെതിരെ കോടതിയിൽ പോകുമെന്നും മുയലച്ചൻ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. തട്ടിമുട്ടി ന്യൂസ് പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതി. പ്രധാനമന്ത്രി കടത്തിൽ കുഞ്ഞാപ്പു രാജിവെച്ചു. തലസ്ഥാനത്ത് പരക്കെ ആക്രമണം. സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം. ആയിരക്കണക്കിന് ആളുകളെ കാണാതായി. മീലാദുൻ നബി. നാടെങ്ങും ആഘോഷങ്ങൾ. നിതാഖാത്ത് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്ന മെയ്തീൻ സൗദി. സ്പോർട്സ്. ഇന്ത്യ പാക് ഏകദിന മത്സരത്തിൽ 2 ഗോളുകളുമായി ഇന്ത്യക്ക് വിജയം. ലോക റണ്ണിംഗ് ചാമ്പ്യനായി വീണ്ടും ആമച്ചൻ. വാർത്തകൾ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും.